ഹലോ ബച്ചോ, ഇന്ന് നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം അതിനു വേണ്ടി ഏഹ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. അപ്പം അതിനൊക്കെ മുമ്പേ ഈ ഒരു ക്ലാസ് നമ്മളെ UP കുട്ടികൾക്കും അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന ഹൈസ്കൂൾ കുട്ടികൾക്കും കൂടെ ഉള്ളതാണ്. ഇപ്പോൾ ഹൈസ്കൂൾ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാവരും തന്നെ സെൻറ്റൻസുകൾ സ്വന്തമായി ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് ദിവസം വർക്കുകളും എല്ലാം കൃത്യമായി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരാളുടെ മുന്നിൽ നമ്മൾ പറയുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ മുന്നോടിയായിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരാളെ പുതുതായിട്ട് കാണുമ്പോഴാണല്ലോ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താറ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പരിചയപ്പെടാറ് ചെയ്യാണ്. അപ്പൊ അതിനൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ അയാളെ എന്ത് ചെയ്യണം, അഭിസംബോധന ചെയ്യണം. ഒന്നെങ്കിൽ എന്തെങ്കിലും നമസ്തേ, നമസ്കാരം എന്ന് പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, തുടങ്ങാൻ. ഇപ്പൊ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ആ കുട്ടിയോട് അയാളെ കുറിച്ച് പറയണം. എന്താണ് ആ കുട്ടീനെ കുറിച്ചിട്ട് പറയുമ്പോൾ ആ കുട്ടി നിർബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമാണെന്ത്, നമസ്തേ. അപ്പൊ നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി തുടങ്ങുക. എന്നിട്ട് ഈ കുട്ടി തുടങ്ങേണ്ടത് സബ്സെ പെഹലെ, എല്ലാത്തിനും മുകളിൽ അല്ലെങ്കിൽ സബ്സെ പെഹലെ ആദ്യമായിട്ട് ഞാൻ എന്താ പറയണം, മുझे अपना परिचय देने के मुझे अपना परिचय देने का अवसर देने के लिए आपका बहुत बहुत धन्यवाद. എനിക്ക് എന്നെ പരിചയപ്പെടുത്താനുള്ള ഇങ്ങനെ ഒരു അവസരം തന്നതിന് വളരെ വളരെ നന്ദി. ഈ കുട്ടി തുടക്കത്തിൽ തന്നെ വളരെ വളരെ പൊളൈറ്റ് ആയിട്ട് ഒരാളെ കുറിച്ച് പറയുമ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ വളരെ പൊളൈറ്റ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, പറയാൻ. എന്നിട്ട് വേണം ആ കുട്ടി എന്ത് ചെയ്യാൻ, മേരാ നാം, എൻ്റെ പേര് എന്താണ്, ഈ ഡാഷ് ഇട്ട ഭാഗത്ത് അവിടെയാണ് നമ്മുടെ പേര്. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ പേര് റനീഷാണ്, അങ്ങനെ പറയണമെന്നെങ്കിൽ മേരാ നാം റനീഷ്. അത് കഴിഞ്ഞതിന് ശേഷം മേം ഡാഷ് സാൽക്ക ഓർ കീ ഹും, ഇവിടെ കൊടുത്തിട്ട് നോക്കിയപ്പോൾ മേമാണ് ആദ്യം കൊടുത്തത്. ഒരു ഗ്രാമർ പാർട്ടും കൂടെ ഇതിൻ്റെ കൂടെ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മേമാണ് മുന്നിലെങ്കിൽ ലാസ്റ്റ് എന്തായിരിക്കും, ഹൂം ആയിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എൻ്റെ വയസ്സിനെ കൂടെ, സാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വയസ്സ്. അവിടെ എന്താണ് പറയേണ്ടത്, വയസ്സ്. ഇപ്പൊ എനിക്ക് 10 വയസ്സാണെങ്കിൽ മേം 10 സാൽ കാ. ഇനിയിപ്പോ അത് പെൺകുട്ടിയാണ് പറയുന്നതെങ്കിൽ മേം 10 സാൽ കി ഹും. അതാണ് ഇവിടെ കാ അല്ലെങ്കിൽ കി എന്ന് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഗ്രാമർ പാർട്ടുകളിൽ വരുന്നതാണ്. നമ്മൾ വരും ക്ലാസ്സുകളിൽ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും. എന്നിട്ട് ഓർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ആൻഡ് എന്നാണ് അർത്ഥം. എന്നിട്ട് നമ്മൾ പറയാണ് ഒരു ഡാഷ് ബീം കക്ഷാമേ പഠ്രഹാഹും അല്ലെങ്കിൽ പഠ്രഹീഹും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ 10 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ഞാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 5ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാണ് അടുത്തൊരു സെന്റൻസിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഇവിടെ കൊടുക്കുന്നത് എത്രാം ക്ലാസ്സിലാണ്. ആ കുട്ടി 6ാം ക്ലാസ്സിലാണെങ്കിൽ 6 എന്താണ്, ഓർ സേബീൻ കക്ഷാമേ പഠ്രഹാഹും അല്ലെങ്കിൽ പഠ്രഹീഹും. ഈ ഹും വന്നതും എന്തുകൊണ്ടാണ്, മുന്നിലൊരു മേം ഉണ്ടായത് കൊണ്ടാണ്. അത് കഴിഞ്ഞ അടുത്ത സെന്റൻസ് മേം ഡാഷ് സെ ഹും, അവിടെയും കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരികയാണെന്നാണ്. അപ്പൊ മേം പാതായ്ക്കരാസെ ഹും, ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ വരുന്ന സ്ഥലം, ഉദാഹരണം പറയുകയാണെങ്കിൽ പെരിന്തൽമണ്ണയാണെങ്കിൽ മേ പെരിന്തൽമണ്ണാസെ ഹും. ഇവിടെ നമ്മൾ ആ ഗ്രാമർ പാർട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മേം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്ത് വരണം, ഹും എന്ന് വരണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മേരെ പിതാജി കാ നാം, എൻ്റെ പിതാജി എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ പേര് ഇന്നതാണ്. അവിടെ നമ്മൾ അച്ഛൻ്റെ പേര് കൊടുക്കുക. ഈ ഡാഷ് ഉള്ള ഭാഗത്ത് നമ്മൾ അച്ഛൻ്റെ പേര് കൊടുക്കുക. ഓർ എന്ന് പറഞ്ഞല്ലോ ആൻഡ് എന്ന് പറഞ്ഞ അർത്ഥം. മാതാജി കാ നാം ഡാഷ്, അവിടെ നമ്മൾ എന്ത് കൊടുത്തു, മുന്നില് അച്ഛൻ്റെ പേര് കൊടുത്തു. രണ്ടാമത് മാതാജി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, അമ്മ. അമ്മയുടെ പേരും നമ്മൾ ഈ ഡാഷ് ഉള്ള ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷന്റെ ഒരു വലിയ പാർട്ട് തന്നെ തീർന്നു. ഇനി നമ്മൾ പറയാണ് നമ്മുടെ സിബ്ലിങ്സ്, നമുക്ക് എത്ര ബായ് അല്ലെങ്കിൽ ബഹൻസ് ഉണ്ട്, എത്ര ഏട്ടന്മാരുണ്ട് അല്ലെങ്കിൽ എത്ര അനിയന്മാരുണ്ട് അല്ലെങ്കിൽ എത്ര അനിയത്തിമാരുണ്ട് അല്ലെങ്കിൽ ഏട്ടത്തിമാരുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മേരെ ഏക് ബായി ഹേ, ഒന്നെങ്കിൽ ഒരു ഏട്ടനാണെങ്കിൽ
മേരെ ഏക് ബായി ഹേ എന്ന് കൊടുക്കാം. ഇവിടെ ഹെയിം എന്നാണ് കൊടുത്തിട്ടുള്ളത്, അത് മൾട്ടിപ്പിൾ ആണ്. അത് ഹെയിം എന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രം അവരെന്ത് ചെയ്താൽ മതി, ഹൈം എന്ന് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഹേ എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പൊ മേരെ ഏക് ബായി ഓർ ഏക് ബഹൻ ഹൈം. അവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഏട്ടനും ഉണ്ട്, അതേപോലെ തന്നെ ഒരു അനിയത്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഹൈം തന്നെ കൊടുക്കണം. അങ്ങനെ നമ്മൾ എന്ത് കൊടുത്തു, നമ്മുടെ സിബ്ലിങ്സ്, നമ്മളെ കൂടപ്പിറപ്പുകളുടെ പേരുകൾ കൊടുത്തു. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് മേം ഞാൻ, ബഡാ ഹോക്കർ വലുതായതിനു ശേഷം എന്താണ്, ഡാഷ് ബന്ന ചാഹത്താഹും ഓർ ചാഹത്തിയും. അപ്പൊ നമ്മൾ പറയാണ് ഞാൻ ബഡേ ഹോക്കർ, ഞാൻ വലുതായതിനു ശേഷം ഞാൻ ഇന്നതാവാൻ ആഗ്രഹിക്കുന്നു. ചില ആൾക്കാർ എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കും, ചില ആൾക്കാർ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കും. അപ്പൊ എന്താണോ ആഗ്രഹം, ആ ആഗ്രഹമാണ് ഇവിടെ കൊടുക്കേണ്ടത്, ഈ ഒരു ഡാഷ് ഇട്ട ഭാഗത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഇനി വീണ്ടും പറയാണ്, ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചാഹത്താഹും എന്നും കൊടുത്തിട്ടുണ്ട്, ചാഹത്തി എന്നും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടിന്റെ അർത്ഥം എന്ത് തന്നെയാണ്, ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ചാഹത്താവും എന്ന് കൊടുക്കുന്നത് എന്തിനാണ്, ആൺകുട്ടികൾ പറയുമ്പോഴാണ് ചാഹത്താവും എന്ന് കൊടുക്കേണ്ടത്. ഇനി പെൺകുട്ടികളാണെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം, ചാഹത്തിയും എന്ന് കൊടുക്കണം. അപ്പൊ ഇതിലൂടെ ഞാനൊരു ചെറിയ ഗ്രാമർ പാർട്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേ ക്ലാസ്, ഈ ഒരു കാര്യം ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് പഠിച്ച് നോട്ടിൽ ഒരു പ്രാവശ്യം എഴുതി ക്ലാസ്സിൽ ഓരോ കുട്ടികളെയും ഞാൻ എന്ത് ചെയ്യും, വിളിച്ച് അവരെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ഹിന്ദിയിൽ ചെയ്യിപ്പിക്കും. അപ്പോൾ ആരും മറക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും, ഓരോ ഗ്രാമർ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കും. മേം എന്ന് പറഞ്ഞാൽ അവിടെ ഹും എന്ന് വരുന്നുണ്ടോ എന്ന് എല്ലാം കൃത്യമായി, കാ എന്ന ഭാഗമുള്ള ആൺകുട്ടികൾ കാ എന്നും പെൺകുട്ടികൾ കീ എന്നും, അല്ലെങ്കിൽ ആൺകുട്ടികൾ ചാഹത്ത എന്നും പെൺകുട്ടികൾ ചാഹത്തിയും എന്നും കൃത്യമായി പറയുന്നുണ്ടോ എന്നെല്ലാം ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിന്റെ, ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ നിങ്ങളെല്ലാം ഈ ഒരു എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് വേണം ഇതെന്ത് ചെയ്യാന്, കൃത്യമായി പഠിച്ച് എഴുതി വരാന്. അപ്പൊ നമുക്കൊന്ന് എക്സാമ്പിൾ ജസ്റ്റ് നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം. അപ്പോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമസ്തേ, ഈ കുട്ടി എണീറ്റ് നിന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, നമസ്തേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ് സബ്സെ പഹലെ, ആദ്യമായി മുझे अपना परिचय देने का अवसर देने के लिए आपका बहुत बहुत धन्यवाद. എനിക്ക് എന്നെ പരിചയപ്പെടുത്താനുള്ള ഇങ്ങനെ ഒരു അവസരം തന്നതിന് വളരെ വളരെ നന്ദി. ആ കുട്ടി അവിടെ വളരെ വളരെ പൊളൈറ്റ് ആയിട്ടാണ് പറയുന്നത് ഈ ഒരു കാര്യം. എന്നിട്ട് ആ കുട്ടി പറയാണ് മേരാ നാം സാഹിൽ ഹെ, എന്റെ പേരെന്താണ്, സാഹിൽ എന്നാണ്. മേം 12 സാൽ കാ ഹൂം, ഞാൻ എന്താണ് 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. മേ 6वीं കക്ഷാ മേ പഠിത്താ ഹൂം, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മേ സൂറത്ത് സെ ആത്താ ഹൂം, ഞാൻ സൂറത്ത് എന്ന സ്ഥലത്തിൽ നിന്നും വരുന്നു. മേരാ പിതാജി കാ നാം സോഹൻ ഹെ, എന്റെ പിതാജി, എന്റെ അച്ഛന്റെ പേരെന്താണ്, സോഹൻ എന്നാണ്. ഓർ മേരെ മാതാജിക്ക് നാം ദിയ ഹെ, ഇത്രയും എന്റെ അമ്മയുടെ പേരെന്താണ്, ദിയ എന്നാണ്. മുझे 3 ബഹനെ ഹെ, എനിക്ക് 3 അനിയത്തിമാരുണ്ട്. ഓ മേം ബഡാ ഹോക്കർ, ഞാൻ വലുതായതിനു ശേഷം മഷൂർ എഞ്ചിനീയർ ബന്ന ചാഹത്താ ഹൂം, ഞാനൊരു പ്രശസ്തനായ ഒരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സോഹനെ കുറിച്ച് സായിലിനെ കുറിച്ച് സായില് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം, ക്ലാസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടും എന്ത് ചെയ്യണം, എല്ലാവരും വന്നിട്ട് ബോർഡിന്റെ മുന്നിൽ നിന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം ഹിന്ദി പഠിക്കുക എന്നുള്ളതിനുപരി ഹിന്ദി കൂടുതൽ നമ്മളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കി നമ്മളെ കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഹിന്ദിയിലേക്ക് എന്ത് ചെയ്യണം, മാറ്റങ്ങൾ വരുത്തിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ദിവസം ഹിന്ദിയോടൊരു ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ നമുക്ക് ഹിന്ദി ലാംഗ്വേജ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെറിയ ഇങ്ങനത്തെ ചെറിയ ആക്ടിവിറ്റികൾ ക്ലാസ്സുകളിൽ നടത്തും. അപ്പോൾ ഓരോ ആഴ്ചകളിലും നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ആക്ടിവിറ്റികൾ ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഒരു ആഴ്ചത്തെ ആക്ടിവിറ്റിയാണ് ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിർബന്ധമായും എല്ലാവരും കണ്ട് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചതിന് ശേഷം മാത്രം ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ എല്ലാവരും പഠിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.